ഒരു നിമിഷത്തിലെ ദേഷ്യവും എടുത്തുചാട്ടവുമാണ് പലരുടെയും ജീവിതം മുഴുവൻ തീരാ കണ്ണീരായി മാറാൻ കാരണം. പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ ആക്രമകാരികളാകുന്നവരുണ്ട്. സ്വന്തം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുന്നവർ. കഴിഞ്ഞ ദിവസം രാത്രിയും കൊല്ലം ശാസ്താംകോട്ടയിൽ നടന്ന കൊലക്കേസിലേക്കാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കോവൂർ സ്വദേശി ഷിബുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഉന്മേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കോവൂർ സ്വദേശിയായ ഷിബു വേങ്ങ മാമ്പഴമുക്കിൽ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തി ഉപജീവനം കണ്ടെത്തിയിരുന്നയാളാണ്. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഷിബുവിന്റെ അപ്രതീക്ഷിത മരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവ ദിവസം രാത്രിയിൽ ഉന്മേഷിന്റെ വീടിന് സമീപത്തായിരുന്നു മദ്യപാനം നടന്നത്. ഇതിനിടെയുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസം പിന്നീട് വാക്കുതർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മദ്യലഹരിയിലുള്ള തർക്കം രൂക്ഷമായതോടെ ഉന്മേഷ് മൂർച്ചയുള്ള ആയുധമുപയോഗിച്ച് ഷിബുവിനെ ആക്രമിക്കുകയായിരുന്നു. കുത്തേറ്റ ഷിബു നിലത്ത് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതി ഉന്മേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പിക്കപ്പ് ഓട്ടോ ഡ്രൈവറായ ഉന്മേഷ് മുൻപും സമാനമായ കുത്തുകേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്ന് പോലീസ് പറയുന്നു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ചിലർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഒരു നിമിഷത്തെ പ്രകോപനവും മദ്യലഹരിയിലുണ്ടായ നിയന്ത്രണം നഷ്ടപ്പെടലുമാണ് ഒരു ജീവനെടുക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കേസിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.